പണ്ട് ജീവിച്ചിരുന്ന ഒരു സാർ ചക്രവർത്തിക്ക് ഒരു മകനുണ്ടായിരുന്നു. ഒരു ദിവസം ചക്രവർത്തിക്ക് ദൂരെ ഒരിടത്തേക്ക് യാത്ര പോകേണ്ടി വന്നു. ആ സമയത്ത് കൊട്ടാരത്തിൽ ഒരു ദുരന്തം സംഭവിച്ചു. ഏകസന്താനം പെട്ടെന്ന് അപ്രത്യക്ഷനായി. നാടാകെ ദുഃഖത്തിലാണ്ടു. സൈനികരും പ്രജകളും സാർ വിച്ചിനു വേണ്ടിയുള്ള തിരച്ചിലിൽ മുഴുകി. കാടും മേടും പുഴകളും കുളങ്ങളും എല്ലാം അരിച്ചു പെറുക്കി. പക്ഷെ ഒരു തുമ്പും കിട്ടിയില്ല. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ദുഃഖിതരായ സാറും സാറിനെയും മകനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുവാൻ ഓരോ നിമിഷവും കൊതിച്ചു. 15 വർഷങ്ങൾക്കു ശേഷമാണ് ആ വാർത്ത എത്തിയത്. ഏതോ ഗ്രാമത്തിലെ ഒരു കർഷകന് അത്ഭുത ശിശുവിനെ കിട്ടി. അതീവ സൗന്ദര്യവും ബുദ്ധിശക്തിയുമുള്ള ഒരു ശിശു. കർഷകനെ എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ചക്രവർത്തി ഉത്തരവിട്ടു. തൻ്റെ മുന്നിൽ ഹാജരായ കർഷകനോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് കുട്ടിയെ കിട്ടിയത്? കർഷകൻ വിശദീകരിച്ചു, പ്രഭു, 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധാന്യ ചൂളയിലാണ് ഞാൻ കുട്ടിയെ കണ്ടത്. വില കൂടിയ അപൂർവമായ വസ്ത്രങ്ങളാണ് കുട്ടി ധരിച്ചിരുന്നത്. എല്ലാ ലക്ഷണങ്ങളും വച്ച് നോക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് അത് ചക്രവർത്തിയുടെ പുത്രൻ തന്നെയാണ്. കഥ മുഴുവൻ കേട്ടുകഴിഞ്ഞപ്പോൾ ചക്രവർത്തി കർഷകനോട് പറഞ്ഞു, അജ്ഞാതനായ ആ കുമാരനോട് എന്നെ വന്നു കാണാൻ പറയൂ. പക്ഷേ വരുമ്പോൾ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. എന്നാൽ നഗ്നനായി വരുകയുമരുത്. നടന്നോ കുതിരപ്പുറത്തോ വരാൻ പാടില്ല. പകലോ രാത്രിയിലോ വരരുത്. മുറ്റത്ത് വച്ചോ വഴിയിൽ വച്ചോ എന്നെ കാണാൻ പാടില്ല. ചക്രവർത്തിയുടെ വ്യവസ്ഥകൾ കേട്ട് അന്തം വിട്ട കർഷകൻ വീട്ടിൽ തിരികെ എത്തി. കരഞ്ഞുകൊണ്ട് കുട്ടിയോട് വിവരങ്ങൾ പറഞ്ഞു. ഭൂമിയിൽ ആർക്കെങ്കിലും ഈ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയുമോ? അയാൾ നെടുവീർപ്പിട്ടു. പക്ഷേ കുട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇത് വളരെ എളുപ്പമാണ്. ഈ കടങ്കഥയുടെ പൊരുൾ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അവൻ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി, ശരീരം ഒരു വല കൊണ്ട് മൂടി. അതിനുശേഷം ഒരു ആടിൻ്റെ മുകളിൽ കയറിയിരുന്ന് സന്ധ്യാസമയത്ത് ചക്രവർത്തിയുടെ കൊട്ടാരത്തിനു വെളിയിലെത്തി. മുൻകാലുകൾ പ്രവേശന കവാടത്തിനുള്ളിലും പിൻകാലുകൾ വഴിയിലുമായി ആട് നിലയുറപ്പിച്ചു. ആട്ടിൻപുറത്ത് കുമാരനും. ഈ രംഗം കണ്ട സാർ ചക്രവർത്തിക്ക് സത്യം ബോധ്യമായി. ഇത് എൻ്റെ പുത്രൻ തന്നെയാണ്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയ ജയ ജഗദംബ നിത്യരൂപേ, ജയ ജയ സന്നതലോക സൗഖ്യദാത്രി, ജയ ജയ ഹിമശൈല കീർത്തനീയേ, ജയ ജയ ശങ്കര കാമവാമനേത്രേ. പ്രപഞ്ചത്തിന് മാതാവായിട്ടുള്ള അമ്മേ, അവിടുന്ന് വിജയിച്ചാലും നശിക്കാതെ നിലനിൽക്കുന്ന കാലാതീതമായ ദേവി ഭഗവതി, അവിടുന്ന് വിജയിച്ചാലും ആശ്രയിക്കുന്നവർക്ക് അഭയമരുളുന്ന അമ്മ ജയിച്ചാലും പർവ്വതരാജനായ ഹിമവാനാൽ സ്തുതിക്കപ്പെടുന്ന അമ്മ വിജയിച്ചാലും ശ്രീകാമേശ്വര ഭഗവാന്റെ പത്നിയായ ഭഗവതി അവിടുന്ന് വിജയിച്ചാലും ശ്രീ മഹാലളിതാ ത്രിപുര സുന്ദരി ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം ഭക്തരുടെ ഹൃദയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ആ വാസസ്ഥാനത്തെക്കുറിച്ചാണ് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ 372 നാമമന്ത്രമായി ഭക്തമാനസഹംസിക എന്ന മന്ത്രത്തിൽ പറയുന്നത്. ഭക്തരുടെ മാനസമായ മാനസ സരസിൽ ഹംസമായി വിളങ്ങുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. മാനസം എന്ന ഒരു പദത്തിന് മനസ്സ് എന്നും മാനസ സരസ് എന്നും രണ്ടർത്ഥങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ശ്ലേഷം എന്ന അലങ്കാരം കൊണ്ട് വാഗ്ദേവതകൾ ഈ നാമമന്ത്രത്തെ അലങ്കരിച്ചു വച്ചിരിക്കുന്നു. 2 കായ്കൾ ഒരേ ഞെട്ടിൽ ഉണ്ടാകും പോലെ ഭാഷയിൽ, ഒരേ പദത്തിനർത്ഥം രണ്ടുരച്ചാൽ ശ്രേഷ്ഠമായിടും. ഒരു ഞെട്ടിൽ 2 കായ്കൾ ഉണ്ടാകുന്നതുപോലെ ഒരു പദത്തിന് തന്നെ ഒന്നിലധികം അർത്ഥങ്ങൾ വന്നാൽ ശ്രേഷ്ഠം എന്ന അലങ്കാരമായി. ഈ നാമമന്ത്രത്തിൽ മാനസം എന്ന പദത്തിന് മനസ്സ് എന്നും
മാനസ സരസ് എന്നും രണ്ട് അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ഭക്തരുടെ മനസ്സാകുന്ന സരസിൽ വിഹരിക്കുന്ന അരയന്നപ്പിട. ഹംസിക എന്ന പദത്തിന് അരയന്നപ്പിട എന്നാണ് അർത്ഥം. ഹിമവാനിലുള്ള ഒരു തടാകമാണ് മാനസ സരസ്. ബ്രഹ്മദേവൻ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചതുകൊണ്ടാണ് മാനസ സരസ് എന്ന് ഈ തടാകത്തിന് പേര് സിദ്ധിച്ചത്. മാനസ സരസ് അരയന്നങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് മാനസ സരസിൽ അരയന്നപ്പിടകൾ വിഹരിക്കുന്നതുപോലെ യോഗികളുടെ മനസ്സിൽ അഥവാ ഭക്തരുടെ മനസ്സിൽ അമ്മ വിഹരിക്കുന്നു എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നത്. ഓം ഭക്തമാനസഹംസികായൈ നമഃ. ഓം ഓം ഹ്രീം ഭക്തമാനസഹംസികായൈ നമഃ. വാഗ്ദേവതകൾ അടുത്തതായി നമുക്ക് നൽകുന്ന നാമമന്ത്രമാണ് കാമേശ്വര പ്രാണനാഡി. കാമേശ്വരനായി അവതാരമെടുത്താണ് ശ്രീ മഹാദേവൻ അമ്മയെ വിവാഹം ചെയ്തത്. വിരിഞ്ചി പഞ്ചത്വം പ്രജതി ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനദോ യാതി നിധനം. വിതന്ത്രീ മാഹേന്ദ്രീ വിതതിരപി സമ്മിലിതദൃശ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വത്പതിരസൗ. വിരിഞ്ചി എന്ന് പറഞ്ഞ ബ്രഹ്മദേവൻ പഞ്ചത്വം, പഞ്ചത്വത്തെ പഞ്ചഭൂതങ്ങളായി തീരുന്ന അവസ്ഥയെ വ്രജതി പ്രാപിക്കുന്നു. ഹരി വിഷ്ണു വിരതിം രതിയില്ലാത്ത അവസ്ഥ, രജോഗുണം തീരെ ഇല്ലാത്ത അവസ്ഥയെ ആപ്നോതി പ്രാപിക്കുന്നു. കീനാശ നാശകർത്താവ്, വിനാശം വിനാശത്തെ, ഭജതി ഭജിക്കുന്നു. ധനദ ധനാധിപതി, നിധനം ധനമില്ലാത്ത അവസ്ഥയെ അഥവാ നാശത്തെ, യാതി പ്രാപിക്കുന്നു. മാഹേന്ദ്രി വിതതി അപി മഹേന്ദ്രന്മാരുടെ നിരയും. സമ്മീലിത ദൃശ കണ്ണുകൾ അടച്ച്. വിതന്ത്രി നിഷ്ക്രിയതയിൽ മുങ്ങുന്നു. അസ്മിൻ മഹാസംഹാരേ അങ്ങനെയുള്ള മഹാപ്രളയത്തിൽ സതി അല്ലയോ പതിവ്രതയായ അമ്മേ. അസൗ ത്വത് പതി അവിടുത്തെ പതിയായ ഈ സദാശിവൻ വിഹരതി വിഹരിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മദേവൻ പഞ്ചത്വത്തെ പ്രാപിക്കുന്നു. അതായത് ബ്രഹ്മദേവനും മരണം സംഭവിക്കും. വിഷ്ണുവിനും നാശമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രതിയില്ലാത്ത അവസ്ഥയാണ് വിരതി. ധനത്തിൻ്റെ അധിപതി കുബേരനാണ്. ധനം ഇല്ലാതെയാകുമ്പോൾ കുബേരൻ കുബേരനല്ലാതെ ആയിത്തീരും. അങ്ങനെ കുബേരനും നാശം ഉണ്ടാകുന്നു. മഹേന്ദ്രന്മാരും കണ്ണുമടച്ച് നിഷ്ക്രിയരായ അവസ്ഥയിലാണ്. അതായത് 14 മനുക്കളും ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നു എന്ന് അർത്ഥം. അപ്രകാരമുള്ള മഹാപ്രളയത്തിൽ അമ്മേ ഭഗവതി അവിടുത്തെ ഭർത്താവായ സദാശിവൻ മാത്രം വിഹരിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാദികളായിട്ടുള്ള സമസ്ത ദേവന്മാരും നശിച്ചു പോകുന്ന മഹാപ്രളയത്തിൽ അമ്മയുടെ ഭർത്താവ് ഒരാൾ മാത്രമാണ് ശേഷിക്കുന്നത്. അത് അവിടുത്തെ പാതിവ്രത്യത്തിൻ്റെ മഹിമ ഒന്നുകൊണ്ട് മാത്രമാണ്. സൗന്ദര്യ ലഹരി സ്തോത്രത്തിലെ ഈ മന്ത്രത്തിന് വിചിത്രമായ ഒരു വ്യാഖ്യാനം വായിക്കാൻ ഇടയായി. ശ്രീ മഹാദേവന്റെ കാരുണ്യം കൊണ്ടു മാത്രമാണ് അമ്മ വിധവയാകാത്തത് എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം. ശ്രീ മഹാദേവി വിധവയാകും എന്ന ഒരേ ഒരു കാരണം കൊണ്ട് പ്രളയത്തിൽ ഭഗവാൻ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നു എന്നാവും വ്യാഖ്യാതാവ് ഉദ്ദേശിച്ചത്. എന്തോ അറിയില്ല. മഹാദേവിയോടും അതുപോലെ ശ്രീ ശങ്കര ഭഗവത്പാദരോടുമുള്ള വൈരാഗ്യം കൊണ്ടാണോ ഇത്തരത്തിലൊക്കെ
വ്യാഖ്യാനം പടച്ചു വിടുന്നത് എന്നും അറിയില്ല. എന്തായാലും ഒരു യമണ്ടൻ വിദ്വാനാണ് ആധുനിക ശാസ്ത്രവും മറ്റും ചേർത്ത് ഇത്തരത്തിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ എഴുതി വിടുന്നത് എന്നുള്ളത് വിചിത്രമായി തോന്നുന്നു. സുധാമപ്യാസ്വാദ്യ പ്രതിഭയ ജരാമൃത്യുഹരിണീം പിപദ്യന്തേ വിശ്വേ വിധിശതമഘാദ്യാദിവിശദ കരാളം യക്ഷേളം കബളിതവദ കാലകലന ന ശംഭോസ്തന്മൂലം തവ ജനനി താടങ്കമഹിമാ. പ്രതിഭയ ജരാ മൃത്യു. ഭയം, വാർദ്ധക്യം, മൃത്യു എന്നിവയെ ഹരിണീം ഇല്ലാതെയാക്കുന്ന, സുധാം അമൃതത്തെ, ആസ്വാദ്യ അപി ആസ്വദിച്ചിട്ടു പോലും, വിധി ശതമഖ ആദ്യ ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയ, വിശ്വേ ദിവിഷദ എല്ലാ ദേവന്മാരും, വിപദ്യന്തേ പ്രളയത്തിൽ നശിക്കുന്നു, കരാളം ക്ഷേളം ഭയങ്കരമായ വിഷത്തെ, കബളിതവധ ശംഭു വിഴുങ്ങിയ ശിവന്, കാല കലന കാലത്തിൻ്റെ കലന ബാധകമല്ല, യത് തന്മൂലം എന്നുള്ളതിൻ്റെ കാരണം, തവ അമ്മേ ഭഗവതി അവിടുത്തെ താടങ്കമഹിമ താടങ്കത്തിൻ്റെ മഹാത്മ്യമാണ്. എൻ്റെ അമ്മേ ഭഗവതി ജഗന്മാതാവേ, ഭയം, വാർദ്ധക്യം, മരണം എന്നിവ ഇല്ലാതാക്കുന്ന അമൃത് ആസ്വദിച്ചിട്ട് പോലും ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരും പ്രളയകാലത്തിൽ നാശത്തെ പ്രാപിക്കുന്നു. എന്നാൽ അത്യുഗ്രവും ഭയങ്കരവുമായ കാളകൂട വിഷം വിഴുങ്ങിയ ശ്രീ മഹാദേവന് അവസാന കാലമുണ്ടാകുന്നതേയില്ല. അതിൻ്റെ കാരണം അമ്മേ ഭഗവതി അവിടുത്തെ താടങ്ക മഹിമ മാത്രമാണ്. മരണം ഇല്ലാതെയാക്കുന്ന അമൃത് പാനം ചെയ്ത ദേവന്മാർ പോലും പ്രളയകാലത്ത് മരണമടയും. എന്നാൽ മരണത്തെ സൃഷ്ടിക്കുന്ന മാരകമായ കാളകൂട വിഷം കുടിച്ചിട്ട് പോലും ഭഗവാൻ ശ്രീ പരമേശ്വരൻ മരണമടയുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ മാതാവായ എൻ്റെ അമ്മേ ദേവി അവിടുത്തെ കർണാഭരണങ്ങളുടെ മഹത്വമാണ് അതിന് കാരണം. ഭഗവാൻ ആപത്തുണ്ടായാൽ അവിടുന്ന് വിധവയായ നാരിയെപ്പോലെ അവിടുത്തെ കർണാഭരണങ്ങൾ എടുത്തു കളയേണ്ടി വരും. കാലത്തിന് അതിനുള്ള കഴിവൊന്നുമില്ല. കാരണം അവിടുത്തെ കർണാഭരണങ്ങൾ സൂര്യനും ചന്ദ്രനുമാണ്. കാലം സൂര്യചന്ദ്രന്മാരുടെ അധീനത്തിലാണ്. അപ്രകാരമുള്ള സൂര്യചന്ദ്രന്മാർ അവിടുത്തെ കർണാഭരണങ്ങളുമാണ്. പ്രളയത്തിൽ പ്രപഞ്ചവും സമസ്ത ദേവന്മാരും നശിക്കുമ്പോൾ ശ്രീ മഹാലളിതാ ത്രിപുരസുന്ദരീ ദേവിയും മഹാകാമേശ്വരനും മാത്രമാണ് അവശേഷിക്കുന്നത്. ആ സമയത്ത് കാമേശ്വരദേവൻ ആനന്ദ നടനം ചെയ്യുന്നു. അമ്മയാകട്ടെ അതിന് സാക്ഷിയുമാണ്. മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി. സൗന്ദര്യലഹരി സ്തോത്രത്തിലെ രസകരമായ ഒരു വ്യാഖ്യാനത്തിൽ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നതിന് നേരെ വിപരീതമായ ഒരു വിശദീകരണം കാണാനിടയായി. ശ്രീ മഹാദേവന്റെ കാരുണ്യം കൊണ്ടാണ് കാലത്തിന് ദേവി അതീതയായിരിക്കുന്നത് എന്ന തരത്തിലാണ് ഈ പ്രസിദ്ധന്റെ വ്യാഖ്യാനം. ഇത്തരം തലതിരിഞ്ഞ വ്യാഖ്യാതാക്കൾ വരുത്തുന്ന വിന ചെറുതൊന്നുമല്ല എന്ന് മാത്രം ഈ അവസരത്തിൽ പറയട്ടെ. മഹാകാമേശ്വരൻ്റെ മരണമില്ലായ്മയ്ക്ക് കാരണം അമ്മയായതുകൊണ്ട് അമ്മയെ അദ്ദേഹത്തിൻ്റെ പ്രാണനാഡിയായി ഈ നാമമന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. ഓം കാമേശ്വര പ്രാണനാഢ്യൈ നമഃ. ഓം ഓം ഹ്രേം കാമേശ്വര പ്രാണനാഢ്യൈ നമഃ. അകാല മരണത്തെ അകറ്റി നിർത്തുന്ന ഒരു മന്ത്രമാണിത്. ഏതെങ്കിലും രീതിയിലുള്ള മരണകാരണമായ ആപത്തുകൾ ഉണ്ടാകാതെ ഈ മന്ത്രം കൊണ്ട് തടയുവാൻ സാധ്യമാകും. അതിന് വെള്ളി, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ 7 പ്രാവശ്യം സന്ധ്യാനേരം ഈ മന്ത്രം ജപിക്കുക. ശ്രീ മഹാദേവന്റെ മരണത്തെപ്പോലും മാറ്റി നിർത്തുന്ന മഹാദേവിയുടെ അനുഗ്രഹത്തിന് നിസ്സാരക്കാരായ ഭക്തരുടെ കഷ്ടതകളും ആപത്തുകളും എത്ര വേഗത്തിലാവും അമ്മ നശിപ്പിച്ചു കളയുക.
സൗന്ദര്യലഹരി സ്തോത്രത്തിലെ ഈ ശ്ലോകങ്ങൾ കൂടി ഈ മന്ത്രത്തോടൊപ്പം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യസിദ്ധിയും ഉണ്ടാകും. ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.